ഹലോ, വെൽക്കം ടു CC Plus. എൻ്റെ പേര് സുമിത. നമ്മൾ റെസ്പോൺസസ് ആൻഡ് സ്റ്റിമുല ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ ആക്സോണിനെ കുറിച്ചും ന്യൂറോണിനെ കുറിച്ചും ഒക്കെയാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ ന്യൂറോൺ എന്ന് പറയുന്നത് എന്താണ്? നെർവസ് സിസ്റ്റത്തിന്റെ ഫങ്ഷണൽ യൂണിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? നെർവസ് സിസ്റ്റത്തെ കുറിച്ച് തന്നെയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലെ, നെർവസ് സിസ്റ്റത്തിൽ തന്നെ എന്താണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, അതേപോലെ പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് വരുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതേപോലെ ക്രേനിയൽ നെർവും സ്പൈനൽ നെർവുകളും കൂടെ വരുന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പൊ നോക്കിക്കേ, ക്രേനിയൽ നെർവ്സിന്റെ നമ്പർ എത്രയാണ്? 12 പെയറും സ്പൈനൽ നെർവ് എന്ന് പറയുന്നത് 31 പെയറുമാണ്. ഇത് തമ്മിൽ ചേരുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? പെരിഫറൽ നെർവസ് സിസ്റ്റം ആയിട്ട് മാറുന്നത്. ഒരു ചെറിയൊരു ചാർട്ട് ഫില്ല് ചെയ്യാനുണ്ട് അല്ലെ? നോക്കിക്കേ, സെൻട്രൽ നെർവസ് സിസ്റ്റം എന്താണ്? ബ്രെയിൻ വരുന്നുണ്ട്, പിന്നെ ഇവിടെ വരുന്നത് എന്താണ്? സ്പൈനൽ കോഡാണ് വരുന്നത്. ഇനി ഇവിടെ വരുന്നത് എന്താണ്? പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ് വരുന്നത്. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഏത് വരുന്നുണ്ട്? ക്രേനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ നെർവ്സ് ആണ് ഇതിൽ വരുന്നത്, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ ഈ ചാർട്ട് ഫില്ല് ചെയ്യാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതുമാണ്. ഇനി ബ്രെയിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബ്രെയിൻ ഈസ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം അല്ലേ? സെൻട്രൽ പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ബ്രെയിൻ ആണ് നെർവസ് സിസ്റ്റത്തിന്റെ സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത്. ഫങ്ഷണൽ യൂണിറ്റ് ഏതാണ്? നെർവസ് സിസ്റ്റത്തിന്റെ ഫങ്ഷണൽ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെല്ലാണ് കേട്ടോ. അപ്പൊ അത് മാറിപ്പോരുത്. ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ് അനലൈസ് ദ ഡിസ്ക്രിപ്ഷൻ, അണ്ടർസ്റ്റാൻഡ് ഹൗ ദ ബ്രെയിൻ ഗെറ്റ് ന്യൂട്രീഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. ബ്രെയിൻ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ് ബ്രെയിന് നറിഷ്മെന്റ് കിട്ടുന്നത് അല്ലെ? അപ്പൊ നോക്കിക്കേ, ഇതൊരു സ്കള്ളിന്റെ ഫിഗർ ആണ്. അതിനുശേഷം അതിനെന്താണ്? ഒരു ഭാഗം എൻലാർജ് ചെയ്തിട്ടുണ്ടല്ലേ? ഈ ഒരു ഭാഗം എൻലാർജ് ചെയ്തിരിക്കുകയാണ് സ്കള്ള്, അതേപോലെ ലെയേഴ്സ് ഓഫ് മെനിഞ്ചസ്. ഇത് നോക്കിക്കേ, ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് സ്കള്ളാന്ന് നമ്മൾ പറഞ്ഞു. അതിനെ കവർ ചെയ്തുകൊണ്ട് എന്താണ്? മെനിഞ്ചസ് ഉണ്ട്. അതായത് മെനിഞ്ചസ് എന്ന് പറയുന്നത് ഒരു 3 ലെയേർഡ് ആയിട്ട് വരുന്ന മെംബ്രെയിൻ ആണ്. ഇനി സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഈസ് ഫിൽഡ് വിത്ത് ദ ഇന്നർ മെംബ്രൈൻ ഓഫ് ദ മെനിഞ്ചസ്. അതായത് മെനിഞ്ചസിന്റെ അകത്തുള്ള മെംബ്രൈനിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡിന്റെ പേരെന്താണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഇനി സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഡിസീസ്ഡ് കണ്ടീഷനാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫോം ചെയ്യുന്നതെന്ന് പറയാം. എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? ഫോം ഫ്രം ദ ബ്ലഡ് ആൻഡ് റീഅബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ്. അതായത് ബ്ലഡിൽ നിന്ന് ഫോം ചെയ്യുന്നു, ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യപ്പെടുന്നു. ഇനി എന്താണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ബ്ലഡിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്, അത് ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യപ്പെടുന്നു. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ പ്രത്യേകത എന്താണ്? ന്യൂട്രീഷൻ ആൻഡ് ഓക്സിജൻ പ്രൊവൈഡ് ടു ദി ബ്രെയിൻ ടിഷ്യൂസ്. അതായത് ഓക്സിജനും ന്യൂട്രീഷനും ബ്രെയിൻ ടിഷ്യൂസിന് പ്രൊവൈഡ് ചെയ്യുന്നത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. അതേപോലെ ബ്രെയിന് അകത്തുള്ള പ്രഷർ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടെ സഹായിക്കുന്ന ആളാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതേപോലെ ഷോക്ക് ഇഞ്ചുറീസിൽ നിന്നും ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ആരാണ് ബ്രെയിനെ നറിഷ് ചെയ്യുന്നത്? ഹൂ നറിഷസ് ബ്രെയിൻ എന്ന് ചോദിക്കാം. ഇനി സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് ചോദിക്കാം. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു പോർഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ ആണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആൻസേഴ്സും തന്നെ എഴുതാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് ഫംഗ്ഷൻ? പ്രൊട്ടക്ഷൻ ഓഫ് ദ ബ്രെയിൻ, നറിഷ്മെന്റ് ഓഫ് ദി ബ്രെയിൻ, അതേപോലെ എന്താണ്? പ്രഷറിന്റെ മാനേജ്മെന്റ് അല്ലെ? ബ്രെയിനകത്തുള്ള പ്രഷർ മാനേജ്മെന്റ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് മാനേജ് ചെയ്യുന്നുണ്ട്. ബ്രെയിനിനെ കുറിച്ച് പഠിക്കുമ്പോൾ മിക്കവാറും എപ്പോഴും ചോദിക്കുന്ന 3 കാര്യങ്ങളാണ് സെറിബ്രം, തലാമസ്, സെറിബെല്ലം. അപ്പൊ ഇതിനകത്ത് മിക്കവാറും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവാറുണ്ട്. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് നോക്കിക്കേ, സെറിബ്രം ആണ്. സെറിബ്രം എന്ന് പറയുന്നത് എന്താണ്? ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ്. ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ് എന്ത്? സെറിബ്രം എന്ന് പറയുന്നത്.
അതേപോലെ എന്താണ് സെറിബ്രത്തിനകത്ത് എന്താണ് ന്യൂമറസ് ആയിട്ടുള്ള ഫിഷേഴ്സ് ആൻഡ് ഫോൾഡിങ്സ്. കണ്ടോ, ഫിഷേഴ്സും ഫോൾഡിങ്സും ഒക്കെ കാണാൻ പറ്റും. അതേപോലെ എന്താണ് ഗ്രേ കളേർഡ് ആയിട്ടുള്ള പാർട്ട് ഉണ്ട്. അതിന് ഗ്രേ കളേർഡ് ആയിട്ടുള്ള ഔട്ടർ പാർട്ട്, അതിന്റെ ഗ്രേ കളേർഡ് ഔട്ടർ പാർട്ട് എന്ന് പറയുന്നത് ഗ്രേ കളേർഡ് ആണ്. അതിനെ കോർട്ടക്സ് എന്ന് പറയും. ഇന്നർ എന്ന് പറയുന്നത് എന്താണ് വൈറ്റ് കളേർഡ് ആണ്. അതിന് എന്ത് പറയും മെഡുല്ല എന്നും പറയും. ഔട്ടർ എന്താണ് ഗ്രേ കളേർഡ് ആയിട്ടുള്ള കോർട്ടക്സും ഇന്നർ എന്ന് പറയുന്നത് വൈറ്റ് കളേർഡ് ആയിട്ടുള്ള മെഡുല്ലയുമാണ്. ഇനി എന്താണ് തോട്ട്, ഇന്റലിജൻസ്, ഇമാജിനേഷൻ, ഇതിന്റെ എല്ലാം സെന്റർ എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ ഇവോക്ക് സെൻസേഷൻസ്, കൺട്രോൾ ഓഫ് വോളണ്ടറി മൂവ്മെന്റ്സ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇത്രയും ഇത് വളരെ പോയിന്റഡ് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതും. അപ്പൊ ഇത് മാത്രം പഠിക്കുവാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് എല്ലാ മാർക്കും കിട്ടും. ഇത് പറയാൻ പോകുന്നത് തലാമസ് ആണ്. തലാമസ് എവിടെയാണ്? സിറ്റുവേറ്റഡ് ബിലോ ദ സെറിബ്രം ആണ്. ബിലോ ദ സെറിബ്രം ആണ്. അതേപോലെ എന്താണ് റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദി സെറിബ്രം. അതേപോലെ അനലൈസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്ട് ഓഫ് ദ ബോഡി ആൻഡ് സെൻഡ് ഇമ്പോർട്ടൻറ്റ് ഓൺസ് ടു ദ സെറിബ്രം. അതായത് ബോഡിയുടെ വേരിയസ് ആയിട്ടുള്ള ഭാഗത്തുനിന്ന് വരുന്ന ഇമ്പൾസസിനെ എന്ത് ചെയ്യും? ഈ ഇമ്പൾസസിനെ എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് എന്ത് ചെയ്യാണ്? സെറിബ്രത്തിലേക്ക് സെൻഡ് ചെയ്യുന്ന ആളാണ്. ഈ സെറിബ്രത്തിലേക്ക് സെൻഡ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഈ പറയുന്ന തലാമസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് ആരാണ്? സെറിബെല്ലം ആണ്. സെറിബെല്ലം എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ്. അതേപോലെ ബിഹൈൻഡ് ദ സെറിബ്രം ടു ഫ്ലാപ്സ്, ഫിഷേഴ്സ് ആൻഡ് ഗ്രൂവ്സ് ആർ പ്രസന്റ്, കോർഡിനേറ്റ് മസ്കുലാർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻ ഇക്വിലിബറിയം ഓഫ് ദ ബോഡി. അതായത് മസ്കുലാർ ആക്ടിവിറ്റീസും ബോഡിയുടെ ഇക്വിലിബറിയവും മാനേജ് ചെയ്യുന്ന ആളാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ലാർജസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? സെറിബ്രമാണ്. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സെറിബെല്ലമാണ്. അതേപോലെ തലാമസിനകത്താണ് ഈ പറഞ്ഞതുപോലെ ഇമ്പൾസിനെ എല്ലാം അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ഇമ്പൾസസിനെ സെറിബ്രത്തിലേക്ക് കൊടുക്കണം എന്ന് അനലൈസ് ചെയ്യുന്നത് തലാമസ് ആണ്. എന്താണ് ബോഡിയുടെ ഇക്വിലിബറിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? സെറിബെല്ലമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി മെഡുല്ലയും ഹൈപ്പോതലാമസും ഉണ്ട്. മെഡുല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? റോഡ് ഷേപ്ഡ് ആണ് കേട്ടോ. റോഡ് ഷേപ്ഡ് ആയിട്ട് മെഡുല്ല ഒബ്ലാങ്കേറ്റ ഈസ് സീൻ ബിലോ ദ സെറിബ്രം ലൊക്കേറ്റഡ് നിയർ ദ സെറിബെല്ലം. അതായത് സെറിബെല്ലത്തിനടുത്തായിട്ടും സെറിബ്രത്തിന്റെ പുറകിലുമായിട്ടൊക്കെയാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ് കേട്ടോ. ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെറിബ്രം എന്ന് പറയുന്നത് എന്താണ്? വോളണ്ടറി ആക്ഷൻ ആയിരുന്നു. ഇവിടെ മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആണ്. ഇൻവോളണ്ടറി ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നു. ഇനി പറയാൻ പോകുന്നത് ഹൈപ്പോതലാമസ് ആണ്. എവിടെയാണ്? തലാമസിന്റെ ജസ്റ്റ് ബിലോ ആയിട്ടാണ് കാണപ്പെടുന്നത്. എവിടെ എന്താണ് റോൾ എന്ന് പറയുന്നത്? ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ബോഡിയുടെ സന്തുലിതാവസ്ഥ, അതാണ് ഹോമിയോസ്റ്റാസിസ്. അല്ലെങ്കിൽ സർക്കാഡിയൽ റിതം പോലെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് ഇതിനെയൊക്കെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്രെയിൻ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? ബ്രെയിനിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബ്രെയിനിന്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഹ്യൂമൻ ബോഡിയിൽ നമ്മൾ എത്ര ഉപയോഗിച്ചാലും അതിൻ്റെ കപ്പാസിറ്റി കൂടുന്ന ഒരു ഓർഗനാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ ഈ ഓർമ്മ പരീക്ഷണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ? കുറേ ഒബ്ജക്ട്സിൻ്റെ പേര് പറഞ്ഞിട്ട് അത് ഫോർവേഡ് ഓർഡറിലും റിവേഴ്സ് ഓർഡറിലും ഒക്കെ ആയിട്ട് പറഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ലേ? അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മെമ്മറി ടെസ്റ്റ് എന്ന് പറയും. അതെല്ലാം ബ്രെയിനിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠനം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ബുക്കിലുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, അത് കൂടാതെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിൽ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളുടെ ന്യൂസ് പേപ്പർ റീഡിങ്, അതേപോലെ നിങ്ങൾ ചിലപ്പം സ്കൂളിൽ പഠിക്കാത്ത
കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സിവിൽ സർവീസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. CC+ൽ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിവിൽ സർവീസിന്റെ ഒരു സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ക്ലാസ്സുകൾ പോകുന്നത്. പക്ഷെ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഡ് ആകുന്ന ഇൻഫർമേഷൻസും ഒക്കെ ആയിട്ടാണ് ഈ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സിവിൽ സർവീസ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യുമൊന്നും വേണ്ട, നമ്മുടെ ഫ്രീ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ആ ഫ്രീ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എവറി ഡേ നമ്മൾ പുതിയ പുതിയ ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ടാവും. ആ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.